നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ സമഗ്ര ചിത്രമായിരിക്കും ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതിന് പിന്നാലെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, നേതാക്കളടക്കം മന്ത്രിമാരടക്കം അറസ്റ്റ് വരിക്കുന്ന സാഹചര്യം, ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലായി കോടതിയിൽ നിന്ന് പുറത്തുവരുന്ന ചില വിവരങ്ങൾ, അതിൽ തന്നെ അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജി അത് കെജ്രിവാൾ പിൻവലിക്കുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം കെജ്രിവാളിനുണ്ടാകുമോ എന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി, അത് BJPയുടെ രാഷ്ട്രീയ വേട്ട എന്ന വിമർശനം കടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്നത്, ആം ആദ്മി പാർട്ടി ശക്തമാക്കുന്നത് നമ്മൾ കണ്ടു. വരുന്ന മണിക്കൂറുകളും ഏറെ നിർണായകമായിരിക്കും. ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി അത് ഉറ്റുനോക്കാൻ പോവുകയാണ്. ഇതടക്കമുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രമാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവുപോലെ തലക്കെട്ടുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം ഹെഡ്ലൈൻസായി ഇടം പിടിക്കാൻ പോകുന്നു. ഹെഡ്ലൈൻസിലേക്ക്, തലക്കെട്ടുകളിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, പ്രതിനിധികൾ തയ്യാറാണ്. ഓവർ ടു ഹെഡ്ലൈൻസ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹിയിൽ സംഘർഷാവസ്ഥ. BJP ഓഫീസുകളിലേക്കുള്ള ആം ആദ്മി മാർച്ച് സംഘർഷഭരിതമായി. മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ये लोकतंत्र पर हमला है, ये देश के लोगों के अधिकारों पर हमला है. आम आदमी पार्टी इस तानाशाही के खिलाफ लड़ती आई है और लड़ती रहेगी. BJPയുടെ ഏകാധിപത്യമെന്ന അധ്യക്ഷി. റോഡിൽ കിടന്ന പ്രവർത്തകരുടെ പ്രതിഷേധം. ഡൽഹി ITOയിൽ നിരോധനാജ്ഞ. അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നടപടി ഇഡിയുടെ തടസ്സ ഹർജിക്ക് പിന്നാലെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ. കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കസ്റ്റഡി തേടി ഇഡിയും കോടതിയിലേക്ക്. ഉച്ചയ്ക്ക് 2 മണിയോടെ റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കും. മദ്യനയ കേസിൽ കവിതയ്ക്ക് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമെന്ന് ഇന്ത്യ സഖ്യം. പിന്തുണയറിയിക്കാൻ രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബത്തെ കാണും. കേരളത്തിൽ വ്യാപക പ്രതിഷേധവുമായി ആം ആദ്മി. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസും DYFIയും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്ന MP ഗോവിന്ദൻ. അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. രാജിക്ക് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് BJP കത്ത് നൽകി. രാജിവയ്ക്കില്ലെന്നും ജയിലിലിരുന്ന് ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാപ്പുസാക്ഷിയായ വ്യവസായിയുടെ കമ്പനിയും. വ്യവസായി P ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്നും BJPക്ക് 5 കോടി ലഭിച്ചത് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ. പുതിയ പട്ടികയിലും ബോണ്ട് നൽകിയതിലേറെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ. 24 ബിഗ് ബ്രേക്ക്. ഡൽഹിയിലെ ED നീക്കങ്ങൾക്കിടെ തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPIM നേതാക്കളെ ED വീണ്ടും വിളിപ്പിക്കാനിരിക്കെ സുപ്രീം കോടതിയുടെ ശാസനയിൽ വഴങ്ങി തമിഴ്നാട് ഗവർണർ RN രവി K പൊന്മുടിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. ഇന്ന് വൈകുന്നേരം 3:30 മന്ത്രിയായി സ്ഥാനമേൽക്കും. ഗവർണറുടെ നടപടി സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെ. കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം. നിയമ നടപടികളിലേക്ക് കടന്ന് RLV രാമകൃഷ്ണനും. ജാതി വിവേചനത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് നർത്തകൻ. വേദി നൽകാമെന്ന സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ചു. കോളേജിന്റെ ആഘോഷത്തിൽ രാമകൃഷ്ണനെ മുഖ്യാതിഥിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജ്. CAA പ്രചാരണായുധമാക്കാൻ വീണ്ടും CPIM. പൗരത്വ സംരക്ഷണ റാലിക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമസ്ത ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം. ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കമെന്ന് MT രമേശ്.
അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി ഒറ്റയാൾ പോരാട്ടം നടത്തി ഉയർന്നു വന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവ് അഴിമതി കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം വെറുമൊരു നേതാവല്ല, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ഇന്ന് ഡൽഹിയിലും നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹിയിൽ ഇന്ന് നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ നാടകീയമായ നീക്കങ്ങൾ, അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിനാൽ സജീവമായിരുന്നു ഇന്നത്തെ വാർത്താ ദിനം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം 2 മന്ത്രിമാർ അറസ്റ്റ് വരിക്കുന്ന നിലയിലേക്ക് പോയി. മന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങി, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നയിച്ച പ്രതിഷേധം, അതിനിടയിൽ ഉണ്ടാകുന്ന പോലീസിന്റെ നടപടി, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിഷി മർലേന, സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള 2 മന്ത്രിമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം. അതിനിടയിൽ സുപ്രീം കോടതിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനെതിരായ ഹർജി പിൻവലിക്കുന്ന സാഹചര്യം. ഇനിയിപ്പോൾ 2 മണിക്ക് അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. അവിടെ നിന്ന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം കെജ്രിവാളിനുണ്ടാകുമോ എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിതിൻ അംബുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇഡിയുടെ രാഷ്ട്രീയ വേട്ട, BJPയുടെ രാഷ്ട്രീയ വേട്ട എന്നുള്ള വിമർശനം ശക്തമായി ഉയരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവവും രൂപവും ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് നിതിൻ അംബുജൻ? രജിത്, പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടുന്നുണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോകും. ഇനി കോടതിയുടെ ഭാഗത്തുനിന്നും എന്ത് നടപടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ കോടതിയിൽ തിരിച്ചടി ഉണ്ടായാൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും ഇപ്പോൾ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ 3 മന്ത്രിമാർ, ഗോപാൽ റായ്, അതിഷി, സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള 3 മന്ത്രിമാർ തെരുവിലായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ നേതാക്കളടക്കം ഉയർത്തിയത്. വലിയ ആളുകളുടെ പിന്തുണ, ജനങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടി തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ഡൽഹി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ ആം ആദ്മി പാർട്ടി ഓഫീസിലും കൂടാതെ മറ്റ് മേഖലകൾ, പ്രത്യേകിച്ചും IT അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം തന്നെ ഇന്ന് വലിയ പ്രതിഷേധം ഉയർന്നു. അതിഷി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിച്ചിഴച്ചാണ് സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുണ്ട്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി ഓഫീസിന് സമീപത്ത് നിരവധി പ്രവർത്തകർ, നമുക്കറിയാം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടിയാൽ സ്വാഭാവികമായിട്ടും IT അടക്കമുള്ള മേഖലയിൽ വലിയ തരത്തിലുള്ളൊരു ഗതാഗത സ്തംഭനമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇന്നും സമാനമായ നിലയിൽ തന്നെയാണ് 10 മണിയോടുകൂടി തന്നെ ഉണ്ടായത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായി. തൊട്ടടുത്തുള്ള BJP ഓഫീസ് കേന്ദ്രീകരിച്ചും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. കാരണം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ചില ദൃശ്യങ്ങൾ കണ്ടതാണ്. കാരണം റോഡുകൾ ഉപരോധിച്ച് പ്രവർത്തകർ തെരുവിലായിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇന്നും പ്രവർത്തകർ തെരുവിൽ. എന്തായാലും ഞാൻ ഈ നിൽക്കുന്ന ED ഓഫീസ് പരിസരത്ത് മറ്റു തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് പോലീസ് കടത്തിവിട്ടിരുന്നില്ല. എന്തായാലും അത് നേരെ തരത്തിലൊരു ആശ്വാസകരമാണ്. കാരണം പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയെങ്കിൽ പോലും ED ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വന്നിരുന്നില്ല. ITO അതോടൊപ്പം തന്നെ ദേശീയ ആസ്ഥാനം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രതിഷേധം. കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതി കേന്ദ്രീകരിച്ചും ഇന്ന് പ്രതിഷേധം നടന്നിട്ടുണ്ട്. മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രതിഷേധമായി മന്ത്രിമാരടക്കം തെരുവിൽ ഇപ്പോഴും ഉള്ളൊരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എവിടെയൊക്കെ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകും. പഞ്ചാബിലടക്കം ഈ ഒരു അറസ്റ്റിന് പിന്നാലെ നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒന്ന്, ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, പാർട്ടി കൺവീനറുടെ അറസ്റ്റിൽ അതിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് നിയമപരമായുള്ള പോരാട്ടമാണ്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരണം എന്നുള്ള ആവശ്യം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് അത് മറ്റൊരു ബെഞ്ച് കേൾക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു. അതിനിടയിലാണ് തങ്ങളെ കൂടി കേൾക്കണം എന്നുള്ള ആവശ്യം ED മുന്നോട്ട് വെക്കുന്നത്. കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നുള്ള ആവശ്യം ED മുന്നോട്ട് വെക്കുന്നത്. അതിന് പിന്നാലെ കെജ്രിവാൾ അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാൾ ഹർജി പിൻവലിക്കാനുള്ള സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ആപ്പ് ലക്ഷ്യമിടുന്നത് എന്താണ്, ആപ്പ് കണക്ക് കൂട്ടുന്നത് എന്താണ്? R രാധാകൃഷ്ണൻ.
അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കോടതി നടത്താതെ 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചത്. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഹർജിയുമായിട്ട് എത്തിയത്. ആ ഘട്ടത്തിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്ന രീതിയിലാണ് ആ ഹർജിയിൽ അപേക്ഷ ഉണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്നത് പ്രസക്തമല്ലാതായി മാറി എന്ന നിയമോപദേശം തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിൽ വേഗത ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ച അഭിഭാഷകൻ വീണ്ടും ഈ കേസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കോടതിയിൽ പരിഗണിച്ചപ്പോൾ ആ ഹർജി പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചത്. ഇ.ഡി. അതിന് സമാനമായിട്ടൊരു കാവിയറ്റ് ഫയൽ ചെയ്തിരുന്നു. ഈ കാവിയറ്റ് അഥവാ തടസ്സ ഹർജി ഫയൽ ചെയ്ത് ആവശ്യപ്പെട്ടത് തങ്ങളെ കൂടി കേൾക്കണം എന്നുള്ളതാണ്. അങ്ങനെ തങ്ങളെ കൂടി കേൾക്കണമെന്ന ഇ.ഡിയുടെ ആവശ്യം പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ആ കേസിലെ വാദം നീണ്ടുപോകും. അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ജാമ്യ ഹർജി അടക്കം സ്ഥിര ജാമ്യ ഹർജി അടക്കം സമർപ്പിക്കാൻ വലിയ താമസമുണ്ടാകും. മാത്രമല്ല ഈ ആവശ്യം ഒരു കാലഹരണപ്പെട്ട ആവശ്യമാണ് എന്ന നിലപാട് ഇ.ഡി. എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തള്ളുകയും ചെയ്യുന്ന വിധത്തിലേക്ക് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വിലയിരുത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇതിൽ നിന്നും ഈ ഹർജി പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും ഹർജി പിൻവലിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുതിയ ഹർജി സമർപ്പിക്കും എന്നുള്ളതാണ്. പുതിയ ഹർജി എന്നുള്ളത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രീതിയും അതിന്റെ നിയമവിരുദ്ധതയും ഒക്കെ ചൂണ്ടിക്കാട്ടി കൊണ്ടാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മനീഷ് സിസോദിയുടെ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ തെളിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളായിരുന്നു ഈ കേസിന് അനുബന്ധമായി ചോദിച്ചത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും പുതിയ ഹർജി സമർപ്പിക്കുക. അത് സമർപ്പിക്കുന്നതാകട്ടെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിലയിരുത്തൽ കൂടി നടത്തിയ ശേഷം ആയിരിക്കും റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്നത്. റിമാൻഡ് ചെയ്യുക, തങ്ങളുടെ കസ്റ്റഡിയിൽ നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇ.ഡി. അദ്ദേഹത്തെ ഹാജരാക്കുക. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ജാമ്യ ഹർജി അടക്കം സമർപ്പിക്കാനും ഈ കസ്റ്റഡി അപേക്ഷയെ എതിർക്കാനുമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു അധികാര സ്ഥാനത്തെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം അടക്കമുള്ളവ ഏത് അർത്ഥത്തിലാണ് ഇ.ഡിക്ക് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ്. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടികളുണ്ട്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ പക്കൽ നിന്നുള്ള അനുമതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ട്. ഇതൊക്കെ കരസ്ഥമാക്കിയിരുന്നോ അഥവാ അത് കരസ്ഥമാക്കാതെയാണോ അറസ്റ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ കോടതിയിൽ ഉന്നയിക്കുക. സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ഗവർണറല്ല, പകരം ലഫ്റ്റനന്റ് ഗവർണറാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഉള്ളത്. ഈ ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്ന് അനുവാദം മേടിക്കുക എന്നൊരു നടപടിക്രമങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം പോലും ആദ്യത്തേതായിരിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ ഇ.ഡിയും നിരത്തും. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. 2-2:30 മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് അല്പം വൈകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഏതായാലും ഈ ഹർജി പിൻവലിച്ചത് കൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഇ.ഡിക്ക് റോസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ എത്തിക്കാം. ഇ.ഡി ലക്ഷ്യമിടുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇ.ഡി കോടതിയിൽ സമർപ്പിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇപ്പോൾ നടക്കുന്ന വ്യാപകമായ പ്രതിഷേധം, അതിനൊക്കെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അണ്ണാ ഹസാരെയുടെ പ്രതികരണമാണ്. മദ്യത്തിനെതിരെ പ്രവർത്തിച്ചയാൾ അധികാരത്തിലെത്തിയപ്പോൾ മദ്യനയം ഉണ്ടാക്കാൻ പോയി എന്നുള്ളതാണ് അണ്ണാ ഹസാരെയുടെ പരിഹാസം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. और शराब के बारे में हम लोग आवाज उठाया था. आज वो शराब नीति बना रहा है, जिसका मुझे दुख हुआ. लेकिन करेगा क्या, सत्ता के सामने कुछ नहीं कर सके. आखिर उसको जो अरेस्ट किया गया, अटक हुआ, वो उनकी कृति से हुआ. ഇനി എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത് റോസ് അവന്യൂ കോടതിയുടെ നടപടികൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇ.ഡി 2:30 2 മണിക്കും 2:30ക്കും ഇടയിൽ അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തെളിവുകളുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കം എന്നുള്ളതാണ് ഇ.ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദം. കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി റോസ് അവന്യൂ കോടതിയുടെ നടപടികളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്, ഇ.ഡിക്കും നിർണായകമാണ്. വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി?
റീജിത്ത്, ഇനി എല്ലാ കണ്ണുകളും റോസ് അവന്യൂ കോടതിയിലേക്ക് തന്നെയാണ്. കാരണം അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 1 മണിക്കൂറിനകം കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. 2 മണി എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം. എന്നാൽ അത് 2:30 ആയേക്കും ചിലപ്പോൾ എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ITO ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നാണ് റോസ് അവന്യൂ കോടതിയിലേക്കുള്ള റോഡ് DDU മാർഗ് നമുക്ക് കാണാം. ശക്തമായ പോലീസ് ബന്ദോബസ്താണ് ഈ റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന. ബാരിക്കേഡുകൾ നിരത്തി ഗതാഗതം തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധങ്ങൾ, ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടായി. ഈ കോടതിയിൽ ഈ കെജ്രിവാളിനെ ഹാജരാക്കുന്ന ഘട്ടത്തിലും ശക്തമായ പ്രതിഷേധം ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കുകൂട്ടൽ, മുൻകരുതൽ പോലീസിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റോസ് അവന്യൂ കോടതിയോട് ചേർന്നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാൽ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം തന്നെയായിരിക്കും ED ഉന്നയിക്കുക. കാരണം കഴിഞ്ഞ 9 തവണ അയച്ച സമൻസിനും കെജ്രിവാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിനെതിരെ നിർണായകമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ തെളിവുകൾ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന റെയ്ഡിൽ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തത് വിശദമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ ഉൾപ്പെടെ നടത്തി അതിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും അതിനാൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും ED ഉന്നയിക്കും. കെജ്രിവാളിന്റെ വസതിയിൽ ഉൾപ്പെടെ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ വാദം എന്നുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയെ ഇത്ര നാടകീയമായി അറസ്റ്റ് ചെയ്ത സാഹചര്യം, ഒപ്പം തന്നെ ഇതുവരെയും എന്ത് തെളിവുകളാണ് കെജ്രിവാളിനെതിരെ ഉള്ളത് എന്നത് വ്യക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല എന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും കെജ്രിവാളിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുക. നേരത്തെ ഇതേ കോടതി, റോസ് അവന്യൂ കോടതി തന്നെയാണ് ED കെജ്രിവാൾ 7 സമൻസുകൾക്കും മറുപടി നൽകാൻ അല്ലെങ്കിൽ അവഗണിച്ച ഘട്ടത്തിൽ സമീപിച്ചത്. തുടർന്ന് കെജ്രിവാളിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. കെജ്രിവാൾ എന്നാൽ ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകുകയായിരുന്നു. പിന്നീട് ഈ കേസിന്റെ, ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നേരത്തെ സഞ്ജയ് സിംഗിനെയും ഒപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത അതേ റോസ് അവന്യൂ കോടതിയിലാണ് അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാളും എത്തുന്നത്. എന്ത് നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക? ഒരു മുഖ്യമന്ത്രിക്ക് കസ്റ്റഡിയിൽ വിടുമോ, അല്ലെങ്കിൽ കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ റോസ് അവന്യൂ കോടതിക്ക് പരിസരത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ ആകെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം സൂചിപ്പിച്ചതുപോലെ ഇനി എല്ലാവരുടെയും ശ്രദ്ധ, ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒന്നാകെയുള്ള ശ്രദ്ധ റോസ് അവന്യൂ കോടതിയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി EDയുടെ കസ്റ്റഡിയിലേക്ക് പോകുമോ, അതോ കെജ്രിവാളിന് അനുകൂലമായൊരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഡൽഹിയിലൊരു ഭരണപ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ജയിലിൽ നിന്ന് ഭരണം തുടരും എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കെജ്രിവാളിന്റെ രാജിക്കായുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്ര സർക്കാർ മറ്റൊരു തലത്തിൽ സജീവമാക്കുന്ന പശ്ചാത്തലവുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഡൽഹിയിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. ഡൽഹിയിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. BJP ഓഫീസുകളിലേക്കുള്ള ആം ആദ്മി മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. 2 മന്ത്രിമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. രാവിലെ 10 മണിയോടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തൊത്തുകൂടിയ പ്രവർത്തകർ മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിൽ ITUയിലേക്ക് മാർച്ച് നടത്തി. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറിയില്ല. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗതാഗതം സ്തംഭിച്ചതോടെ ഡൽഹി മന്ത്രിമാരായ അതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ഓരോ 5 മിനിറ്റ് ഇടവേളയിലും പ്രവർത്തകർ ചെറുസംഘങ്ങളായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കടുത്ത നടപടിയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് സ്വീകരിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും മന്ത്രിമാരും സമരത്തിന്റെ ഭാഗമാകുമെന്ന് ബൽബീർ സിംഗ് 24 പറഞ്ഞു. और सुप्रीम कोर्ट भी कह चुका है कि आपका केस 3 दिन में गिर जाएगा, फिर भी हमारे नेताओं को मतलब सप्लीमेंट्री, अभी भी सुप्रीम कोर्ट ने कहा कि आप सप्लीमेंट्री चालान पेश करी जा रहे हो, क्या मजाक बना रखा है। 1 साल से 2 साल से हमारे लीडर अंदर है। अभी जो हमारे मुख्यमंत्री हैं, अभी हुआ ऐसा कैसे कि मुख्यमंत्री को गिरफ्तार किया जा रहा है इलेक्शन के टाइम पे जब कोर्ट लगा हुआ है। അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു. പിന്തുണ അറിയിക്കാൻ രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബത്തെ നേരിൽ കാണും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 ഡൽഹി. മദ്യവിൽപ്പന സ്വകാര്യവൽക്കരിച്ച ഡൽഹി സർക്കാരിന്റെ നയം, വിവാദമായ മദ്യനയം, അതിൽ നിന്നുള്ള വിവാദങ്ങൾ, പിന്നീട് നടന്ന അന്വേഷണം, അതാണിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെ എത്തി നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിനിടയിൽ കെ കവിതയുടെ പങ്ക്, സൗത്ത് ഗ്രൂപ്പിന്റെ പങ്ക്, വലിയ രീതിയിലുള്ള അഴിമതി നടന്നു, AAP നേതാക്കൾക്ക് പണം കിട്ടി, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ആ വിവാദമായ മദ്യനയം പിൻവലിക്കുന്നതും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. എന്താണ് ഈ കേസ്, എന്താണ് മദ്യനയ കേസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പോകുന്നത് അതിന്റെ ടൈം ലൈനിലേക്കാണ്. ഇനി ടൈം ലൈനിലേക്ക് 2021 നവംബർ 17-നാണ് AAP സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കിയത്. 2022 ജൂലൈ 8-ന് മദ്യനയത്തിലെ ക്രമക്കേടുകൾ ആരോപിക്കുന്ന റിപ്പോർട്ട് അന്നത്തെ ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് സമർപ്പിച്ചു. 2022 ജൂലൈ 22-ന് മദ്യനയത്തിലെ ക്രമക്കേടുകളെപ്പറ്റി CBI അന്വേഷണത്തിന് ഗവർണർ ശുപാർശ ചെയ്തു. ജൂലൈ 31-ന് വിവാദ മദ്യനയം ഡൽഹി സർക്കാർ പിൻവലിച്ചു. 2022 ഓഗസ്റ്റ് 17-ന് മദ്യനയത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട 15 പേർക്കെതിരെ CBI കേസെടുത്തു. ഓഗസ്റ്റ് 22-ന് കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ ED കേസെടുക്കുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഡൽഹി എന്നിവിടങ്ങളിലെ മദ്യവിതരണക്കാരുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും ED റെയ്ഡ് ചെയ്യുന്നു. 2022 ഒക്ടോബറിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യുന്നു. 2022 നവംബർ 25-ന് കേസിൽ 7 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിക്കുന്നു. 2022 ഡിസംബറിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനും കവിതയ്ക്കും ചോദ്യം ചെയ്യാൻ CBI സമൻസ് ലഭിക്കുന്നു. 2023 ഫെബ്രുവരി 26-ന് മനീഷ് സിസോദിയെ CBI അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഫെബ്രുവരി 28-ന് സിസോദിയ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാർച്ചിൽ മനീഷ് സിസോദിയെ EDയും അറസ്റ്റ് ചെയ്യുന്നു. 2023 ഒക്ടോബർ 1-ന് AAP MP സഞ്ജയ് സിംഗും അറസ്റ്റിലാവുന്നു. 2023 നവംബറിൽ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് EDയുടെ ആദ്യ സമൻസ് ലഭിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ തുടർച്ചയായ 7ാം സമൻസും കെജ്രിവാൾ തള്ളി. 2024 മാർച്ച് 16-ന് BRS നേതാവ് K കവിത അറസ്റ്റിലാവുന്നു. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കവിത AAPക്ക് 100 കോടി നൽകിയെന്നാണ് ED പറയുന്നത്. 9 തവണ EDയുടെ സമൻസ് ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ 2024 മാർച്ച് 21-ന് അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. മണിക്കൂറുകൾക്ക് ശേഷം ED കെജ്രിവാളിന്റെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. രാജ്ഭവനിലേക്ക് കോൺഗ്രസും DYFIയും മാർച്ച് നടത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടു. കൊച്ചി ED ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. LDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ആ റിപ്പോർട്ടിലേക്ക് കൂടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ ED നീക്കത്തിനെതിരെ സംസ്ഥാനത്തും ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. കോൺഗ്രസും DYFIയും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. കൊച്ചി ED ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂരിൽ CPIMന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടയം ഗാന്ധി സ്ക്വയറിലും പാലക്കാട് ചന്ദനനഗറിലും മലപ്പുറം കോട്ടക്കലിലും പ്രതിഷേധം നടന്നു. വയനാട്ടിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. അറസ്റ്റ് ജനാധിപത്യത്തിന്റെ ധ്വംസനമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. EDയെ ഉപയോഗപ്പെടുത്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന്
നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം അറസ്റ്റ് നടപടികൾ പാടില്ലായിരുന്നുവെന്ന് ശശി തരൂർ. DRSന്റെ കവിതയും പിന്നെ ഡൽഹിയിലത്തെ കേജ്രിവാളിനെയും പിടിച്ചെടുത്തി. ഡൽഹിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയും ജയിലിലാണ്. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി 2 മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തൂടെ? കേന്ദ്ര സർക്കാരിൻ്റേത് രാഷ്ട്രീയ പ്രതികാരമെന്ന് MM ഹസൻ പ്രതികരിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം. അതേസമയം അറസ്റ്റ് അഴിമതിക്കാർക്കുള്ള മുന്നറിയിപ്പെന്നായിരുന്നു K. സുരേന്ദ്രന്റെ മറുപടി. ED നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണെന്നും BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഈ ഒരു രാഷ്ട്രീയ നാടകം, ഇതൊരു ഫൈറ്റ് അസോൾട്ട് ഓഫ് ഡെമോക്രസി ആണ്, ഇത് ടൈമിംഗ് ശരിയല്ല. ടൈമിംഗ് ആരാണ് തീരുമാനിച്ചത്? ഈ 4 നോട്ടീസ് അരവിന്ദ് കെജ്രിവാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവിന്റെ അറസ്റ്റിൽ യോജിച്ചുള്ള തുടർ പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കെജ്രിവാളിന്റെ സിസോദിയയുടെ ഒക്കെ പേര് പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒരു പേരാണ് BRS നേതാവ് K. കവിതയുടേത്. K. കവിതയ്ക്കെതിരായ ED നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് K. കവിതയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനെ തുടർന്ന് EDയുടെ കസ്റ്റഡിയിൽ K. കവിത തുടരുകയും ചെയ്യും. ഈ വിവാദമായ മദ്യനയത്തിൻ്റെ ഗുണം ലഭിക്കാൻ പണം വാരിയെറിഞ്ഞു, ആപ്പ് നേതാക്കൾക്ക് പണം നൽകി, സൗത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ K. കവിതയ്ക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്തായാലും K. കവിതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. EDയുടെ കസ്റ്റഡിയിൽ K. കവിത തുടരുകയും ചെയ്യും. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയ വേട്ട എന്ന വിമർശനം ഉന്നയിക്കുന്നവർ ഏറെയുണ്ട്. BJPയുടെ രാഷ്ട്രീയ വേട്ട, തിരഞ്ഞെടുപ്പെടുത്തിരിക്കെയുള്ള നീക്കം എന്നുള്ള വിമർശനം ഉയർത്തുന്നവരുണ്ട്. കോടതിയിൽ നിരപരാധിയാണെങ്കിൽ തെളിയിക്കട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ കെജ്രിവാളിനെതിരായ ED നീക്കവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. 2 മണിയോടുകൂടി റോസ് അവന്യൂ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കാൻ പോകുന്നു. അതിനുശേഷമുള്ള കോടതിയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ്. മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി നമുക്ക് കടക്കണം. അത് ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന ചില കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികളെ തൃപ്തിപ്പെടുത്താൻ ഇലക്ട്രൽ ബോണ്ട് നൽകി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രേഖയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓരോ ദിവസവും കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റിപ്പോർട്ടിലേക്ക്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച എല്ലാ വിവരവും SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതോടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ ഫണ്ട് നൽകിയതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ കൂട്ടത്തിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാപ്പുസാക്ഷിയായ വ്യവസായി P. ശരത്ചന്ദ്ര റെഡ്ഡിയുമുണ്ട്. ശരത്ചന്ദ്ര റെഡ്ഡി ഡയറക്ടറായ അരബിന്ദോ ഫാർമ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ BJPക്ക് നൽകിയത് കേസിൽ അറസ്റ്റിലായതിന്റെ 5-ാം ദിവസമാണ്. നികുതി വെട്ടിപ്പിന് ആദായ നികുതി വകുപ്പ് 2022 ജൂലൈയിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ബംഗളൂരു ആസ്ഥാനമായ മൈക്രോ ലാബ് 16 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയത്. സിക്കിം ക്രാന്തി മോർച്ച 7 കോടിയും BJP 6 കോടിയും കോൺഗ്രസ് 3 കോടിയും ഇലക്ട്രൽ ബോണ്ട് വഴി മൈക്രോ ലാബ് കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയതായി SBI രേഖകൾ തെളിയിക്കുന്നു. ED അന്വേഷണവും ആദായ നികുതി വെട്ടിപ്പ് അന്വേഷണവും നേരിടുന്ന തെലങ്കാനയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഹെറ്ററോ ബയോഫാർമയിൽ നിന്ന് BRSന് 50 കോടി രൂപയുടെ ബോണ്ടും BJPക്ക് 10 കോടി രൂപയുടെ ബോണ്ടുകളും ലഭിച്ചു. ഹൈദരാബാദിലെ MSN ഫാർമ കമ്പനി 20 കോടി രൂപ BRSനും 16 കോടി BJPക്കും നൽകിയതായാണ് വിവരം. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് 910 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതിൽ EDയുടെയും ആദായനികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുമ്പോഴാണ് 1368 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24.
ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൻ്റെ തുടർ വാർത്തകളൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് മറ്റ് ബുള്ളറ്റിനുകളിൽ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലും അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും ആ അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. RLV രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഓരോ മണിക്കൂറുകളിലും വരുന്നുണ്ട്. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി ശക്തമായി ഉന്നയിക്കുന്നുണ്ട് RLV രാമകൃഷ്ണൻ. അതിനിടയിൽ ഈ സംഭവത്തിൽ ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. RLV രാമകൃഷ്ണന് പിന്തുണയുമായി സുരേഷ് ഗോപി രംഗത്തെത്തുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. റിപ്പോർട്ടിലേക്ക്. തനിക്കെതിരായ നിരന്തര വിവാദങ്ങൾക്ക് പിന്നിൽ ലോബികളാണെന്ന് RLV രാമകൃഷ്ണൻ ആരോപിക്കുന്നു. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെയും യൂട്യൂബ് ചാനലിനെതിരെയും പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരോട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും RLV രാമകൃഷ്ണൻ. കലാരംഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ലോബികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിനെ നിയമപരമായി തന്നെ നേരിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഇത് ഒരു ബാക്കി പത്രമായിട്ട് അവശേഷിക്കാൻ പാടില്ല. യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അത് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും RLV രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയത്. തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനായി വേദിയൊരുക്കും. രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ക്ഷണമറിയിച്ചു. തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിൽ ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. 24 തൃശൂർ. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനെതിരായ ED നീക്കങ്ങൾക്കിടെ കേരളത്തിലും EDയുടെ ഭാഗത്തു നിന്നൊരു നീക്കം CPIM പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമായി ഉയർത്തുന്ന തരത്തിലായിരുന്നു ഇന്ന് ചില സംഭവവികാസങ്ങൾ ഉണ്ടായത്. അത് തൃശ്ശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മിന്നൽ സന്ദർശനം നടന്നു എന്നുള്ളതാണ്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി ജില്ലാ സെക്രട്ടറി MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാക്കളെ ED വീണ്ടും വിളിപ്പിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടായത്. 24 ബിഗ് ബ്രേക്കിംഗ്, അതിലേക്കാണ് ഇനി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്രതീക്ഷിത നടപടികൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ ഒടുവിൽ പ്രതിരോധത്തിന് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി. മുൻമന്ത്രി AC മൊയ്തീനും CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനുമെതിരെ ED നടപടിക്ക് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മിന്നൽ സന്ദർശനം നടത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നു രാവിലെയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് എത്തുമെന്ന വിവരം സംസ്ഥാന സെന്റർ കൈമാറിയത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോട് രാവിലെ ഓഫീസിലെത്താനും നിർദ്ദേശിച്ചു. 10 മണിയോടെ ഓഫീസിലെത്തിയ മുഖ്യമന്ത്രി ജില്ലാ സെക്രട്ടറി MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു തുടങ്ങിയവരുമായി ചർച്ച നടത്തി. കൂടിക്കാഴ്ച 45 മിനിറ്റോളം നീണ്ടുനിന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾക്ക് ED വീണ്ടും നോട്ടീസ് അയക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്നും സൂരജ് സജി, 24. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വേഗത്തിലല്ല എന്നുള്ള വിമർശനമടക്കം ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ കരുവന്നൂരിലൊരു അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് ED കടക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ സജീവമായി നിൽക്കുന്ന പശ്ചാത്തലം. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം തൃശ്ശൂരിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ മന്ത്രിയായി K പൊന്മുടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഗവർണർ RN രവി സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ശുപാർശ ഗവർണർ തള്ളുകയായിരുന്നു. വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, നേരത്തെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് സത്യപ്രതിജ്ഞയ്ക്ക് സമയം അനുവദിക്കാൻ കഴിയില്ല, കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഒടുവിൽ ഗവർണർ വഴങ്ങിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ 3:30 നടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് മനേഷ് മൂർത്തി?
ശ്രീജിത്ത്, സുപ്രീം കോടതിയുടെ വലിയ തോതിലുള്ള വിമർശനം ഇന്നലെ ഗവർണർ ടി എൻ രവിക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് ഭരണഘടനാപരമായിട്ടല്ല ഗവർണർ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം കൂടി ഞങ്ങൾ നൽകാമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ദിവസം കൂടി മാത്രം നൽകാം, അതിനുള്ളിൽ കൃത്യമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് 3:30 കെ പൊന്മുടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നേരത്തെ അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ കത്ത് ഗവർണർക്ക് നൽകുന്നത്. പക്ഷേ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, അതായത് ശിക്ഷ സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്തത്, കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ്. അത് ഭരണഘടനയ്ക്ക് എതിരാണ്, അത്തരത്തിലുള്ള ആളുകളെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ളതായിരുന്നു ഗവർണറുടെ വാദം. എന്തായാലും അതിനെയൊക്കെ തള്ളുകയാണ് സുപ്രീം കോടതി ഇന്നലെ ചെയ്തത്. ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതുൾപ്പെടെയുള്ള നിശിതമായ ചോദ്യങ്ങൾ, നിശിതമായ വിമർശനങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇന്നലെ. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പൊന്മുടിയെ വീണ്ടും മന്ത്രിയാവാൻ അല്ലെങ്കിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു നിലപാടുണ്ടായത്. വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാവുക. ശ്രീജിത്ത്, എന്തായാലും തമിഴ്നാട്ടിൽ മന്ത്രിയായി കെ പൊന്മുടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. 3:30 സത്യപ്രതിജ്ഞ. നേരത്തെ ഗവർണർ അതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നിലപാടിൽ നിന്ന് സുപ്രീം കോടതി ഇടപെടലിന് പിന്നാലെ ഗവർണർക്ക് വഴങ്ങേണ്ടി വന്ന സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തമായി തുടരുകയാണ്. അതിനിടയിൽ CPM സംഘടിപ്പിക്കുന്ന പൗരത്വ സംരക്ഷണ റാലി ഇന്ന് കോഴിക്കോട്ട് നടക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ ഉദ്ഘാടകൻ. 1 ലക്ഷത്തിലധികം ആളുകൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചത്. എന്നാൽ ഈ റാലിയെ CPIM-ന്റെ നീക്കത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് BJP-യും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട്. CPIM റാലി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാനാണ് എന്നുള്ളതാണ് BJP-യുടെ വിമർശനം. MT രമേശാണ് അത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. അതുപോലെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPIM-ന്റെ നീക്കം എന്നുള്ള വിമർശനം രമേശ് ചെന്നിത്തലയും ഇന്ന് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. റിപ്പോർട്ടിലേക്ക്. മതം പൗരത്വത്തിന് അടിസ്ഥാനമാക്കരുത് എന്ന മുദ്രാവാക്യവുമായാണ് ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ റാലി നടത്തുന്നുണ്ട്. കോഴിക്കോട് നടക്കുന്ന റാലി രാജ്യത്ത് വളർന്നുവരുന്ന CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരുമെന്ന് ഭരണഘടനാ സംരക്ഷണ സമിതി കൺവീനർ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഈ കോഴിക്കോട് റാലിയോടുകൂടി കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന പൗരത്വ പ്രക്ഷോഭത്തോടൊപ്പം മുഴുവൻ കേരളവുമുണ്ട് എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ വ്യാജ പ്രചാരണത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് തട്ടാനുള്ള ശ്രമമാണിതെന്ന് MT രമേശ് 24നോട് പറഞ്ഞു. ബോധപൂർവം കോഴിക്കോട് ജനങ്ങളെ ചേരിതിരിപ്പിക്കാനുള്ളതാണ്. മുസ്ലിം സമൂഹത്തെ വ്യാജ പ്രചരണം നടത്തി ആ സമൂഹത്തിന്റെ വോട്ട് തട്ടാമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ലക്ഷ്യമിട്ടാണ് റാലി നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതി വീണ്ടും അത് തെരുവിലേക്ക് എത്തിക്കാനുള്ള CPM-ന്റെ നീക്കം മതന്യൂനപക്ഷങ്ങളോടോ മതനിരപേക്ഷതയോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ്. എളമരം കരീം MP അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരും സമസ്ത EK AP വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മുസ്തഫ മുണ്ടുപാറ, C മുഹമ്മദ് ഫൈസി തുടങ്ങിയവരും പങ്കെടുക്കും. KNM-നെ പ്രതിനിധീകരിച്ച് TP അബ്ദുള്ളക്കോയ മദനി, MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, LDF നേതാക്കളായ P മോഹനൻ, MV ശ്രേയാംസ് കുമാർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ KP രാമനുണ്ണി, K അജിത, ഖദീജ മുന്താസ് എന്നിവരും പരിപാടിയുടെ ഭാഗമാകും. 24 കോഴിക്കോട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കടമെടുപ്പ് പരിധി ഇരു കക്ഷികളുടെയും വാദം കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. കേസ് ഇടക്കാല ഉത്തരവ് പറയാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഇനി നമ്മൾ തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. 10,000-ങ്ങളാണ് പൊങ്കാലയുടെ ഭാഗമായി എത്തിയത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയും ചെയ്തു. ഗോപിക സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോപിക, എന്താണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. 2:15 നൈവേദ്യം എന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. വിശദാംശങ്ങൾ എന്താണ് ഗോപിക സുരേഷ്? ശ്രീജിത്ത്, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരിക്കകം ക്ഷേത്രം. ഈ ആറ്റുകാൽ ക്ഷേത്രമൊക്കെ കനത്ത ചൂടാണ്. ഈ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ ഇവിടേക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട്.
തിരുവനന്തപുരം നിവാസികൾ അത്രമേൽ നെഞ്ചോട് ചേർക്കുന്ന ഒരു പൊങ്കാലയാണിത്. 10,000ങ്ങളാണ് എല്ലാ വർഷവും ഇവിടേക്ക് പൊങ്കാലയിടാൻ എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു തിരക്ക് കാണുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പേട്ട, ശാസ്ത്ര മുതൽ ബൈപ്പാസ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ഇരുവശവും ഒപ്പം തന്നെ ക്ഷേത്രത്തോട് ചേർന്നും ഒക്കെയാണ് ഇത്തരത്തിൽ പൊങ്കാല സ്ഥലങ്ങൾ നിറഞ്ഞ ഒരു വലിയ ഭക്തിശാന്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2:15 നൈവേദ്യം. ഈ പൊങ്കാലയൊക്കെ ഇട്ട് ഭക്തർ വലിയ ചൂടാണ്, അതുകൊണ്ട് ഭക്തരൊക്കെ മാറിയിരിക്കുകയാണ്. ഇനി 2:15 പൊങ്കാല നൈവേദ്യം ഉള്ളത്. ഏതായാലും ഇവിടെ ഉള്ളവരോടൊക്കെ നമുക്ക് ചോദിക്കാൻ, ചേച്ചി ഇനി നൈവേദ്യത്തിനായുള്ള ഒരു കാത്തിരിപ്പായിരിക്കും അല്ലേ? ശരി, ഗോപിക സുരേഷ് കരിക്കകം ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 2:15 നൈവേദ്യം, അതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജന തിരക്കുണ്ട് എന്നാണ് ഗോപിക സുരേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം സൂര്യശ്രീ എത്തും. അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിലേക്ക് പടികയറി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 200 പോയിന്റ് കുതിച്ചു. നിഫ്റ്റി 22,100 സമീപം വ്യാപാരം തുടരുന്നു. റിയൽറ്റി, ഓട്ടോ, ബാങ്ക് ഓഹരികളിൽ തിളക്കം. നഷ്ടത്തിൽ IT ഓഹരികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 49,080 രൂപയായി. ഗ്രാമിന് കുറഞ്ഞത് 45 രൂപ. ഈ മാസം സ്വർണ്ണവില ഇടിയുന്നത് 3ാം തവണ. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട മഹീന്ദ്രയുമായി കരാർ ഒപ്പുവെച്ച് അദാനി ടോട്ടൽ എനർജീസ്. രാജ്യത്തുടനീളം EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കും. കാലാവസ്ഥാ പ്രവർത്തന ലക്ഷ്യങ്ങളുമായി ഒത്തുചേർന്ന സുസ്ഥിരമായ വികസനത്തിന് കരാർ പങ്കുവഹിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ. എയർ ഇന്ത്യ ലിമിറ്റഡുമായുള്ള മത്സരം ശക്തമാക്കി ഇൻഡിഗോ. അന്താരാഷ്ട്ര യാത്രകൾക്കായി കൂടുതൽ വൈഡ് ബോഡി വിമാനങ്ങൾ എത്തിക്കും. പുതിയ വിമാന സർവീസുകൾ ഉടൻ. ഇൻഡിഗോയുടെ ബഹ്റൈൻ, കൊച്ചി നേരിട്ടുള്ള വിമാന സർവീസ് ജൂൺ 1 മുതൽ. ഇന്ത്യയിലേക്ക് 3,200 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി ഫ്രഞ്ച് കമ്പനി ഷൈഡർ ഇലക്ട്രിക്. നടപടി ഇന്ത്യൻ വിപണിയിൽ കമ്പനിയുടെ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി. തീരുമാനം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വിലയിരുത്തൽ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. വിപണിയിൽ ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ ഒരു നഷ്ടം പ്രകടമായിരുന്നു. ചെറിയൊരു നഷ്ടത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചത്. എന്നാൽ ആ നഷ്ടങ്ങളൊക്കെ നികത്തി നിലവിൽ നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. IT ഓഹരികൾ ഒഴികെ മറ്റെല്ലാ ഓഹരികളും ആ ഓഹരികളിലൊക്കെ തന്നെയും ആ ഒരു തിളക്കം പ്രകടമാണ്. UPL, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയാണ് മികച്ച നേട്ടം കൈവരിച്ച ഓഹരികൾ. എന്നാൽ IT ഓഹരികളിലൊക്കെ തന്നെയും ഏകദേശം ഒരു 3% നഷ്ടം ഇന്ന് പ്രകടമാണ്. നമുക്ക് സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളിലും പ്രധാനപ്പെട്ട എല്ലാ സൂചികകളിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് പ്രകടമാണ്. നിഫ്റ്റി 50യിലേക്ക് പോവുകയാണെങ്കിൽ 76 പോയിന്റ് നേട്ടത്തിൽ 22,088 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വന്ന പോയിന്റ് 21,883 ആയിരുന്നു. അതിൽ നിന്നൊക്കെ കരകയറി 22,000 മുകളിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിലും അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് പിന്തുണയുണ്ട്. നിഫ്റ്റി ബാങ്കിൽ 137 പോയിന്റ് നേട്ടത്തിൽ 46,822 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെയൊക്കെ തന്നെ IT ഓഹരികളിലൊക്കെ ഒഴികെ ബാക്കി എല്ലാ മേഖലാ സൂചികളിലും ഈ ഒരു നേട്ടം പ്രകടമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം UPL, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയിലൊക്കെ തന്നെ ഈ ഒരു നേട്ടം ഇന്ന് പ്രകടമാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി പ്രകടമാണ്. ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 158 പോയിന്റ് നേട്ടത്തിൽ 72,800 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഏതായാലും ഇന്നലെ ഉണ്ടായ ഒരു നേട്ടം ഇന്ന് ഈ ഒരു നേട്ടത്തിലേക്കൊക്കെ ആണോ ഇന്നും ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിപ്പിക്കുക എന്നൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. നിലവിലൊരു മാർക്കറ്റ് ഒരു നേട്ടത്തിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഓഹരി വിപണിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണ്?
ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. എനിക്ക് തോന്നുന്നത് ഇന്ന് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആദ്യം പറയാം. അത് രാവിലത്തെ ഒരു നെഗറ്റീവ് സെൽ ഓഫ് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. ഒരു 100 പോയിന്റോളം നിഫ്റ്റി നെഗറ്റീവായിട്ട് പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 100 പോയിന്റോളം പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നു. അതായത് ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് 200 പോയിന്റിന്റെ സ്വിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. മെയിനായിട്ട് ഇത് ഷോർട്ട് കവറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്കവറിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചിരുന്നു, അതായത് മാർക്കറ്റ് ഒരു 21,900 21,800 വിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അടുത്ത ദിവസങ്ങൾ കുറവാണ് ഈ ഒരു എക്സ്പയറിക്ക് മുമ്പായിട്ട്. ഇനി 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. പൊതുവെ തിങ്കളാഴ്ച ഒരു അവധി ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക്. പക്ഷേ ആഗോള വിപണികളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് പോകാനായിട്ടാണ് അവർ ശ്രമിക്കുക. ഒരു റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകത്തില്ല. അതുകൊണ്ടൊക്കെയാണ് കവറിങ് വരുന്നത്. 22,000 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് തന്നെയാണ് ചാൻസ്. എന്തായാലും മാർക്കറ്റ് വലിയ തോതിലുള്ള ഒരു അപ് ട്രെൻഡ് അടുത്ത 2-3 ദിവസങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. 22,000 നിന്നൊരു 200 പോയിന്റ് മുകളിലേക്കും 200 പോയിന്റ് താഴേക്കുമുള്ള ഒരു റേഞ്ചാണ് മാർക്കറ്റിനുള്ളത്. ഇനി സ്റ്റോക്കുകളെ പറ്റി പറയാനായിട്ട് സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ക്വാളിറ്റി ഉള്ള ഒരു എ ഗ്രൂപ്പ് അല്ലെങ്കിൽ നല്ല ബി ഗ്രൂപ്പ് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അത് സെക്ടേഴ്സ് ചൂസ് ചെയ്യണം. ഇപ്പോഴത്തെ ഫേവറബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽസ്, റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിലുള്ള സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാങ്കിങ് ഓഹരികളും തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഈ സെക്ടേഴ്സിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. നന്ദി. ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നിക്ഷേപകരൊക്കെ തന്നെ വലിയ ആകാംക്ഷയിലാണ്. ഏതായാലും വിപണി വലിയൊരു പോസിറ്റീവ് മോഡിൽ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. കോടതി നടപടികൾ വളരെ നിർണായകമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, അല്പം മുൻപാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ല. കോടതി മുൻപാകെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി തുടർന്നായിരിക്കും നടപടികൾ ആരംഭിക്കുക. നിലവിൽ ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇനി മറ്റു നീക്കങ്ങൾ എന്താണ് നടക്കുക എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത കൂടി കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അല്പം മുൻപാണ് കേജ്രിവാളിനെ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇ ഡി പ്രത്യേക കോടതിയിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവിടെയായിരിക്കും മറ്റു നടപടികൾ ആരംഭിക്കുക. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രധാന ആരോപണങ്ങൾ, അതായത് 100 കോടി രൂപ നേതാക്കൾ കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ചൂണ്ടിക്കാട്ടും. ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുവാൻ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നൊരു ആവശ്യം ഇ ഡി എന്തായാലും മുന്നോട്ട് വയ്ക്കും. അതിനനുസരിച്ച് കസ്റ്റഡി തേടുകയും ചെയ്യും. എന്നാൽ ഇതിൽ കോടതി എത്ര ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിടും എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. റിജിത്ത്. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ആ കോടതി നടപടികൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾക്ക് തുടക്കമാകുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ വിവരങ്ങൾ നൽകുന്നത്. കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം ഇ ഡി മുന്നോട്ട് വയ്ക്കും. തെളിവുകളുണ്ട് എന്നുള്ള കാര്യം ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എന്തായിരിക്കും കോടതി ആ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. ഇനി റമദാൻ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി നോക്കാം ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
കൊല്ലം ജില്ലയിൽ ഫെഡറൽ ബാങ്കിന്റെ പുതിയ 2 ശാഖകൾ പ്രവർത്തനം ആരംഭിച്ചു. കൊട്ടാരക്കര ചെങ്ങമനാട് ശാഖ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ മാർത്തോമാ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർത്തിത്തോസ് എപ്പിസ്കോപ്പയും ലോക്കറിന്റെ ഉദ്ഘാടനം മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പിയും നിർവഹിച്ചു. കരിക്കോട് ശാഖയുടെ ഉദ്ഘാടനം TKM എഞ്ചിനീയറിംഗ് കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് TK ഷഹാൽ ഹസൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ATMന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്കിന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാവിധ സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് ബ്രാഞ്ച് മാനേജർ വിഷ്ണു വിജയ് ശങ്കർ പറഞ്ഞു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ സഞ്ചരിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.